ഇപ്പൊ ക്യാമ്പ് അംഗങ്ങൾ 33,313 എന്ന് പറഞ്ഞ അതിലധികമായി. ഇവരെയൊക്കെ വിളിച്ചു, ഓരോരുത്തരെ വിളിച്ചു. ഇത് മുമ്പത്തെ പഴയ പോലത്തെ ബാഗും തൂക്കി കിടന്നുറങ്ങാൻ പോണ ക്യാമ്പല്ല, അത് മനസ്സിലാക്കണം. ഈ 33,313 ആളുകളോട് ഓരോ ദിവസം ഓരോ ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ലീഡർമാരുണ്ട്, 2 ഉപലീഡർമാരുണ്ട്. അത് ചെയ്തോന്ന് ചോദിക്കാണ്, ഉറപ്പുവരുത്താണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരു ഭക്ഷണ കിറ്റ് ഏതെങ്കിലും സാധുവിന് കൊടുക്കണം ക്യാമ്പിന് വരുന്നതിന് മുമ്പ്. ചില ആളുകൾ പറഞ്ഞു, ഞാൻ 1 അല്ല 100 കിറ്റ് കൊടുക്കുകയാണ്. ഒരു ക്യാമ്പ് അംഗം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ വീട്ടിൽ വെച്ച് 100 കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട്. ഒരു നിർദ്ദേശം കിട്ടിയത് 33,313 ആളുകള് ഒരു 10 റുപ്യയുടെ, ഇനിയിപ്പോ ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ 10 റുപ്യക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാലോ, അല്ലെ 100 രൂപയുടെ എത്രയാ കഴിയാ ഒരു ഭക്ഷണ കിറ്റ് ഒരു സാധുവിന് കൊടുക്കണം. സ്വതക്കയുടെ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊടുക്കണം. അതൊക്കെ ഫേസ്ബുക്കിൽ ഫോട്ടോ വിടാനല്ല. രണ്ടാമത്തെ ഒരു ടാസ്ക് പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കണം, രോഗസന്ദർശനത്തിന്റെ മര്യാദകളൊക്കെ പാലിക്കണം. ഇന്നലെ പറഞ്ഞു, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നലെ. അള്ളാഹു മഹാനുഭാവന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ നേതാവ് 10 കൊല്ലം മുമ്പ് 100ാം വാർഷികം പ്രഖ്യാപിച്ച ആറ്റപ്പൂ, ആ ആറ്റപ്പൂവിന്റെ ഹദ്റത്തിലേക്ക് 33,313 ആളുകൾ ഓരോ യാസീൻ ഓതണം. വെറുതെ വാട്സപ്പിൽ വോയിസ് വിടലല്ല, അത് ഓതി എന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ മെന്റർമാർ, ലീഡർമാർ. ഇന്ന് കൊടുത്ത ടാസ്ക് എന്താണ്? വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പാഠപുസ്തകം വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ മദ്രസയിലെ പാഠപുസ്തകം, അല്ലെങ്കിൽ സ്കൂളിലെ പാഠപുസ്തകം. വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഒന്നും കഴിയാത്ത ഒരു പെൻസിലെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇങ്ങനെയുള്ള ഓരോ ടാസ്കുകൾ കൊടുക്കുകയാണ്. ഇവര് അവിടെ വന്ന് ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നിസ്കരിക്കും, വിത്ർ നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും. 33,313 യാസീനോതും, 3,313 ഖത്തം തീർക്കും, ഹദ്ദാദ് ചൊല്ലും. ഇങ്ങനെയുള്ള ക്യാമ്പാ. ഞാൻ ഇന്ന് അഷ്റഫിനെ വിളിച്ച് ഒരു റെക്കമെൻഡ് നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. കാരണം ചില ആളുകൾ ക്യാമ്പിൽ ചേർക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു നിവൃത്തിയില്ല എന്നാ പറഞ്ഞു. എന്താ ചെയ്യാ? ക്ലോസ്ഡ്. ഇനി ഒരാളെ ഇതിനിടയിൽ എല്ലാരും വിളിച്ചു, നമ്മുടെ കുട്ടികള്. അപ്പൊ ചിലതൊക്കെ രോഗാണ്, ഉമ്മാക്ക് സുഖമല്ല, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2000 വേക്കൻസി വന്നു. ആ 2000 ആളുകളെ വെയിറ്റ് ലിസ്റ്റ് എടുത്തു, പൂർത്തിയായി. ഇപ്പൊ പിന്നെ അവസാനം തീരുമാനം എന്താണ്? ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെ ബാക്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. ക്യാമ്പ് അംഗങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ക്യാമ്പ് റെക്കോർഡായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഗിന്നസ് ബുക്കിന് അപേക്ഷ കൊടുത്താൽ 3 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പ് ലോകത്ത് നടന്നത് ഇത്രയേറെ ആളുകൾ പങ്കെടുത്ത ക്യാമ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ സമസ്ത പിന്നെ അതിനൊന്നും അപേക്ഷ കൊടുക്കാറില്ല. ഇനി ആരെങ്കിലുമൊക്കെ സമസ്തക്ക് വേണ്ടി അപേക്ഷ കൊടുത്താൽ അത് ഗിന്നസ് റെക്കോർഡായിരിക്കും. സമസ്തയുടെ ക്യാമ്പ്, സമസ്തയുടെ മഹാസമ്മേളനം, ഇതൊരു ചരിത്രമാണ്. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു, സയ്യിദുൽ ഉലമയുടെ യാത്രയിൽ ആരായിരുന്നു ആ സദസ്സില്? ഇതൊക്കെ 100 കൊല്ലം പഴകിപ്പൊളിച്ച ഒരു സംഘടനയാണ്. കുറെ മൊല്ലാക്കന്മാരുടെ, കുറെ പ്രായമുള്ള കാരണവന്മാരുടെ എന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് തെറ്റി. സയ്യിദുൽ ഉലമയെ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ സ്വീകരിക്കാൻ വന്നത് ചുറുചുറുക്കുള്ള ചുണക്കുട്ടികളായിരുന്നു. വിദ്യാഭ്യാസമുള്ളവർ. തങ്ങൾ ഉസ്താദിന്റെ കൂടെ ജോലി ലീവാക്കിയിട്ട് എത്ര ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരാണ് 10 ദിവസം ലീവ് എടുത്ത് 1 ദിവസം മുടങ്ങാതെ സഞ്ചരിച്ചത്. ഈ മക്കൾ സമസ്തയുടെ കൂടെയുണ്ട്. അവർ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, ഞങ്ങൾക്ക് ഹദ്ദാദ് ചൊല്ലണം, ഞങ്ങൾക്ക് മൗലിദ് ഓതണം, നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം, ഞങ്ങൾക്ക് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണണം, ഞങ്ങൾക്ക് മുത്തുനബിയെ മരിക്കുന്ന സമയത്ത് കാണണം. കണ്ണിയത്ത് ഉസ്താദ് കണ്ടതുപോലെ, ബഹുമാനപ്പെട്ട ശൈഖുന മഹാനായ മേലാറ്റൂർ കുഞ്ഞാണി ഉസ്താദ് കണ്ടതുപോലെ, നമ്മുടെ മഹാന്മാരായ പല നേതാക്കളും കണ്ടതുപോലെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് വേണം. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണം. ബദരീങ്ങളുടെ ആളുകളാവണം. മജ്ലിസുൻ നൂർ നടത്തണം. ഇതൊക്കെ മോഹിക്കുന്ന യുവതലമുറ, ദീൻ ആഗ്രഹിക്കുന്നവർ, മറ്റ് ഭൗതിക താല്പര്യമില്ലാത്തവർ സമസ്തയുടെ കൂടെ കൂടുന്നത് അതിനു വേണ്ടിയാ.